കഥകൾക്കൊപ്പം സിംഹത്തിന്റെ അത്യാഗ്രഹം. കിങ്ങിണിക്കാട്ടിലെ രാജാവായിരുന്നു രാജൻ സിംഹം. ഒരിക്കൽ വിശന്നു വലഞ്ഞ രാജൻ ഇര തേടി നടക്കുകയായിരുന്നു. വിശന്നിട്ട് കുടലും കരിയുന്നു, കണ്ണും കാണുന്നില്ല. ഈ കാട്ടിലെ ജീവികളെല്ലാം എവിടെ പോയി? പിറുപിറുത്തുകൊണ്ട് രാജൻ ചുറ്റിലും കണ്ണോടിച്ചു. അപ്പോഴാണ് രാജൻ ആ കാഴ്ച കണ്ടത്. ഒരു മരച്ചുവട്ടിൽ അതാ ഒരു തടിയൻ മുയൽ കിടന്നുറങ്ങുന്നു. രാജന് വായിൽ കപ്പലോടി. രാജൻ സന്തോഷത്തോടെ മുയലിനടുത്തേക്ക് പമ്മി പമ്മി നടന്നു. പെട്ടെന്നാണ് രാജൻ അത് ശ്രദ്ധിച്ചത്. അവിടെ കുറ്റിക്കാട്ടിൽ അതാ ഒരു മാൻ. രാജൻ ഒന്ന് നിന്നു. മുയലിനെയും മാനിനെയും മാറി മാറി നോക്കി. മുയലിനേക്കാൾ വലുതല്ലേ മാൻ? അപ്പോൾ മാനിനെ പിടിച്ചാൽ തനിക്ക് വയറ് നിറയെ കഴിക്കാമല്ലോ, രാജൻ വിചാരിച്ചു. രാജൻ മുയലിനെ വിട്ട് മാനിനെ പിടിക്കാൻ ഓടി. മാൻ കുതിച്ചോടി. പക്ഷേ വിശന്ന് നന്നേ ക്ഷീണിച്ചിരുന്ന രാജന് മാനിനെ ഓടിച്ചു പിടിക്കാനായില്ല. ഓടി തളർന്ന രാജൻ മാനിനെ വിട്ട് മുയൽ കിടന്ന സ്ഥലത്ത് വന്നു നോക്കി. പക്ഷേ ഇതിനിടെ ഉണർന്ന മുയൽ ഇപ്പോഴേ സ്ഥലം കാലിയാക്കിയിരുന്നു. സങ്കടം സഹിക്ക വയ്യാതെ രാജൻ ഓർത്തു, മുയൽ മതിയായിരുന്നു. തന്റെ അത്യാഗ്രഹം കാരണം മുയലിനെ വിട്ട് മാനിന്റെ പുറകെ പോയിട്ട് ഇപ്പോൾ മാനുമില്ല, മുയലുമില്ല.